Good morning. Good morning, ma'am. Morning. Good morning. Good morning. Okay, സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖാണ്. മിസ്സിന് സുഖാണോ? സുഖാണല്ലോ. അവർക്ക് കുഞ്ഞു മോളുണ്ടെന്ന് തോന്നുന്നു അല്ലെ? കുഞ്ഞുകുട്ടി രണ്ടു ഉണ്ടോ? കുട്ടികളുണ്ട്. രണ്ടു കുട്ടികളുണ്ട്. എത്ര വയസ്സായി? ഒരാൾക്ക് 3 വയസ്സ്, ഒരാൾ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂത്താള് ക്ലാസ്സിൽ പോയിട്ടുണ്ടാവുമല്ലോ. ആ, ക്ലാസ്സിൽ പോയി. പോയത്. Okay. ആ, അപ്പൊ നമ്മൾ എടുത്തോണ്ടിരുന്നത് ടൈപ്സ് ഓഫ് ഓറിയന്റേഷൻ ആണ് അല്ലെ? ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ. ഓക്കെ, ഫോർമൽ ഓറിയന്റേഷൻ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തതിന്റെ ഫോർമൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാല് എന്ത് തരം ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്? ഓർഗനൈസേഷനിൽ പുതിയൊരു എംപ്ലോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നേച്ചർ ഓഫ് വർക്ക്, അതുപോലെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ അല്ലെ, ഒരു എൻവയോൺമെന്റ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്കറിയാം എന്താണ്, ഓർഗനൈസേഷനിൽ പുതിയതായിട്ട് എംപ്ലോയീസ് കടന്നു വരുമ്പോൾ അവർക്ക് പേടി ഉണ്ടാവും അല്ലെ? ആ പേടി ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. അതുപോലെ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. അപ്പൊ എന്താണ്, അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ വർക്കിൽ അവർ കോൺഫിഡന്റ് ആകും, നല്ല രീതിയിൽ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട്, വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ വർക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്താണ്, കോൺഫിഡൻസും അതിലൂടെ മോട്ടിവേഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഗൈഡൻസ്, എന്തെങ്കിലും വർക്കിൽ എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഒക്കെ വരികയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഫോർമൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം ഇൻഫോർമൽ മെത്തേഡ്. ഓക്കെ, ഇൻഫോർമൽ മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ ഈസ് quite unplanned. Here, the employees get acquainted with the organization's work specifications through his own experience and by using trial and error method. But in case the new employee do their work properly, due to this, they either come with mistake from time to time, or they tend to leave their jobs at the slightest opportunity. This will not only increase the labor turnover rate, but the company also need to invest time and money in the recruitment process again. The process can be said to be advantageous only if the employees persist for long and understand the organizations thoroughly. ഇവിടെ പറയുന്നത് ഇൻഫോർമൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു അൺപ്ലാൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യാത്ത ഒരു മെത്തേഡാണ് എന്ന് പറയുന്നത്. ഓക്കെ, അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, ആസൂത്രണം ചെയ്യപ്പെടാത്തതാണ്. അതുപോലെ തന്നെ ഇവിടെ ജീവനക്കാര് സ്വന്തം അല്ലെ, സ്വയം അവരെന്ത് ചെയ്യുന്നുണ്ട്, അനുഭവത്തിലൂടെയും ട്രയൽ ആൻഡ് എറർ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വർക്കുകളില് ട്രയൽ ആൻഡ് എറർ രീതികൾ അവർ സ്വയമാണ് ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. ട്രയൽ ആൻഡ് എറർ രീതി ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപനത്തിന്റെ ജോലി സാഹചര്യങ്ങൾ പരിചയപ്പെടുന്നത്. അവര് തന്നെ, അവർക്ക് ആരും സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരാരും പരിചയപ്പെടുത്തി എടുക്കാനോ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവര് സ്വയം അവര് തന്നെയാണ് ഒരു വർക്ക് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അത് മനസ്സിലാക്കി ട്രയൽ ആൻഡ് എറർ. നമ്മളിപ്പോ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ എന്താണ്, ചിലപ്പോൾ അതിലെ തെറ്റുകൾ വരാം അല്ലെ? അങ്ങനെ ചെയ്ത് അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും പരിചയപ്പെടുന്നത്. അതുപോലെ തന്നെ ശരിയായ പിന്തുണ ഇല്ലെങ്കിൽ പുതിയ ജീവനക്കാർക്ക് തെറ്റുകൾ വരാം അല്ലെ? നമ്മൾ പറഞ്ഞു അല്ലെ, ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ചിലപ്പോൾ സപ്പോർട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആരും പറഞ്ഞു കൊടുക്കാനോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്, തെറ്റുകൾ വരാം അല്ലെ? അങ്ങനെ തെറ്റുകൾ വരുമ്പോ ജോലി ഉപേക്ഷിക്കാനുള്ള സാധ്യതകൾ അതിനകത്ത് കൂടുതലാണ് അല്ലെ? നമുക്ക് എന്താ, ഒരു നിരാശയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് തെറ്റുകൾ വരുന്നുണ്ട്. നമുക്ക് എന്താണ്, കൂടുതൽ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ
ആ ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്ന് അവര് ലീവ് ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്. അപ്പൊ എന്താണ്, ഹൈ റേറ്റില് ലേബർ ടേൺ ഓവർ റേറ്റ്, കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, ആ വേക്കൻസി ഉണ്ടാവും അല്ലെ, അയാൾ പോയിട്ടുള്ള വേക്കൻസി അവിടെ ഉണ്ടാവും. അപ്പോ ഈ കമ്പനിക്ക് എന്ത് പറ്റുന്നുണ്ട്, കമ്പനിക്ക് വീണ്ടും റിക്രൂട്ട് ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്. അങ്ങനെ വേക്കൻസി ഉണ്ട്, അതിലൂടെ എന്താണ് പല ആഡ്സുകൾ കൊടുത്തു കഴിഞ്ഞിട്ട് ആളുകൾ ബയോഡാറ്റ അയക്കുന്നു, അപ്ലിക്കേഷൻ ഫോം അവർ റിസീവ് ചെയ്ത് ഇന്റർവ്യൂ നടത്തി, അങ്ങനെ പല രീതിയിൽ അവർക്ക് എന്താണ് പോസ്റ്റുകൾ ആകുന്നുണ്ട് അല്ലെ, അങ്ങനെ പോസ്റ്റുകൾ ആകുന്നുണ്ട്. അതുപോലെ തന്നെ ടൈം പോകുന്നുണ്ട്, ഇങ്ങനെ പല ഇന്റർവ്യൂകൾ നടത്തിയിട്ട് പല അഡ്വർടൈസ്മെന്റ്, അതുപോലെ തന്നെ എംപ്ലോയേഴ്സ് സാലറി ഇന്റർവ്യൂ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ അവർക്ക് കമ്പനീസിന് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ജീവനക്കാരെ ദീർഘകാലം ഇനി അതിലൂടെ നമ്മൾ എന്താണ് ഇന്റർവ്യൂ നടത്തി അതിലൂടെ ഉള്ള എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ദീർഘകാലം അവിടെ തുടരുകയും സ്ഥാപനത്തെ കുറിച്ചിട്ട് പൂർണ്ണമായിട്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട്, ചില ആളുകൾ എന്താണ് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അവിടെ വർക്ക് ചെയ്ത് അവര് സ്വയം, ചില ആളുകൾക്ക് അങ്ങനെയാണല്ലേ, സ്വയം ജോലി ചെയ്യാനായിട്ടും സ്വയം കണ്ടെത്താനായിട്ടും ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ അവർ ആ സ്ഥാപനത്തെ ദീർഘകാലം തുടരുകയും സ്ഥാപനത്തിന്റെ എല്ലാ കാര്യങ്ങളും അല്ലെ, എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അവരവിടെ ആ പ്രക്രിയയിലൂടെ, ഇലക്ഷൻ പ്രക്രിയയിലൂടെ നല്ല രീതിയിൽ അവരവിടെ തുടരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ തുടർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ നല്ല രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കിട്ടുകയും നല്ല രീതിയിൽ പ്രോഫിറ്റ്, ഓർഗനൈസേഷന് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഇടവരികയും സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇൻഫോർമൽ മെത്തേഡ്. ഇൻഫോർമൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺപ്ലാൻഡ് ആണ്, ആസൂത്രണം ചെയ്യപ്പെടാത്തതാണ്. അവിടെ ആരും സപ്പോർട്ട് ചെയ്യാനായിട്ട് എംപ്ലോയീസിനെ, പുതിയതായിട്ട് ജോയിൻ ചെയ്ത എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലീഡേഴ്സ് കൊടുക്കാനായിട്ടും ആരും ഉണ്ടാവില്ല. ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് അവർ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ചില എംപ്ലോയീസിന് എന്താണ് ബുദ്ധിമുട്ടുണ്ടാവും, ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല അല്ലെ. ഓരോ കാര്യങ്ങൾ നമ്മൾ വർക്കുകൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ ചില ആളുകൾ അവിടെ നിന്ന് കൊഴിഞ്ഞു പോകാനായിട്ട് ഇടവരും. പിന്നീടും ഓർഗനൈസേഷൻ ആ വേക്കൻസികളിലേക്ക് ആളുകളെ ഇന്റർവ്യൂ ചെയ്തെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പല പോസ്റ്റുകള്, പല എക്സ്പെൻസസ് ആവുന്നുണ്ട്, ടൈം പോകുന്നുണ്ട് അല്ലെ. അങ്ങനെ കമ്പനിക്ക് അത് അങ്ങനെ ആവുന്നുണ്ട്. എന്താണ്, പോസ്റ്റുകളായാലും ടൈം ആയാലും കൂടുതലാകുന്നുണ്ട് വീണ്ടും എംപ്ലോയീസിനെ എടുക്കുന്നതിലൂടെ. അതിനുശേഷം പല എംപ്ലോയീസിനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് എന്താണ് അത് പഠിക്കാനായിട്ട്, സ്വയം പഠിക്കാനായിട്ടായിരിക്കും ഇഷ്ടം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അവിടെ നിലനിന്ന് പോകുകയും അതുവഴി കമ്പനീസിന് എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഇടവരികയും ചെയ്യും. അതാണ് ഇൻഫോർമൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ. The next thing recruiting managers need to choose is whether the orientation program should be conducted group or individually. ഇനി വേറൊരു രീതിയിലുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്തുന്നത് ഗ്രൂപ്പ് ആയിട്ടും അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ആയിട്ടും നടത്തുന്നുണ്ട്. If the candidate is oriented individually നടത്തുകയാണെങ്കിൽ then it is difficult to standardize the view of the different recruiters, which is similar to collective orientation. അതെന്താണ് collective orientation? collective orientation similar ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻസ് ആണ് ഇത് ഇൻഡിവിജ്വൽ നടത്തുന്ന ഓറിയന്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. Because the individual orientation emphasizes the particular person's point of view, preference and dislike. അതുപോലെ തന്നെ ഇൻഡിവിജ്വലി നമ്മൾ ഓറിയന്റേഷൻ നടത്തുകയാണെങ്കിൽ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെ, അതുപോലെ തന്നെ പ്രിഫറൻസ്, ലൈക്ക്, ഡിസ്ലൈക്ക് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനൊക്കെയാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ ഈസ് ടൈം ടേക്കിംഗ് ആൻഡ് എക്സ്പെൻസീവ് പ്രാക്ടീസ്. നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനെയും ഇങ്ങനെ ഇൻഡിവിജ്വലി നമ്മൾ ഓറിയന്റേഷൻ നടത്തുമ്പോൾ എന്താകുന്നുണ്ട്, എക്സ്പെൻസീവ് ആകുന്നുണ്ട്, അതുപോലെ തന്നെ ടൈമും അതനുസരിച്ച് പോകുന്നുണ്ട്. It also does not give any opportunity the new employees to interact with their fellow recruiters. അപ്പോ എന്താ പറയുന്നത്, ഈ ഇവിടെ ഇങ്ങനെയുള്ള ഇൻഡിവിജ്വലി നമ്മൾ നടത്തുകയാണെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും പോയിന്റ് ഓഫ് വ്യൂ അറിയാൻ പറ്റും, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അതുപോലെ
പ്രിഫറൻസ് കൊടുക്കുന്ന കാര്യങ്ങള്, ഡിസ്ലൈക്ക് കാര്യങ്ങള്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനും ഇങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ, ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ കൊടുക്കുന്നതിലൂടെ ടൈം പോകുന്നുണ്ട്, എക്സ്പെൻസീവ് ആകുന്നുണ്ട്. Majority the large organizations prefer collective induction approach, but this is not the case of small organization which need less number of persons, hence prefer individual induction approach. ഇനി ലാർജ് ഓർഗനൈസേഷനും അല്ലെങ്കിൽ സ്മോൾ ഓർഗനൈസേഷനും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ഓർഗനൈസേഷനിൽ എപ്പോഴും കളക്റ്റീവ് ആയിട്ടുള്ള ഇൻഡക്ഷൻ അപ്രോച്ച് ആണ് അവരെപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സ്മോൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ ചെറിയ രീതിയിലുള്ള അല്ലെങ്കിൽ ലെസർ നമ്പർ ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ലെസർ നമ്പർ ഓഫ് എംപ്ലോയീസ് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. However, the individual induction approach is also popular in large organizations, but only when they need to recruit a highly trained professionals who are always required in smaller number. ഇനി വലിയ സ്ഥാപനങ്ങളിൽ, ചെറിയ സ്ഥാപനങ്ങളെക്കാൾ എന്താണ് സംഖ്യകളിൽ നിന്നാണ് പ്രത്യേക പ്രിഫറൻസ് ഉള്ള ആളുകളെയൊക്കെ നമ്മൾ നിയമിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ നിയമിക്കുന്നതിന് വ്യക്തിഗത ഇൻഡിവിജ്വൽ ഇൻഡക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് വലിയ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലാർജ് ഓർഗനൈസേഷന് ഇപ്പോ ചെറിയ നമ്പേഴ്സ് ഓഫ് ആളുകളെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്താണ് ഇൻഡിവിജ്വൽ ഇൻഡക്ഷൻ പ്രോഗ്രാം ആണ് അവിടെ കൊടുക്കുന്നത് കേട്ടോ. അതുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കും. ഇനി നെക്സ്റ്റ് ആണ് സീരിയൽ ഓർ ഡിസ്ട്രിക്റ്റീവ് ഇൻഡക്ഷൻ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻ പ്രോഗ്രാംസ്. സീരിയൽ ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റീവ്. നോക്കാം. സീരിയൽ ഇൻഡക്ഷൻ is the one of in which an experienced employee take the responsibility to training of newly appointed person. ഇവിടെ പറയുന്നത് എന്താണ്, പുതിയതായിട്ട് നമ്മള് നിയമിക്കപ്പെട്ടിട്ടുള്ള എംപ്ലോയീസിനെ അല്ലെങ്കിൽ വ്യക്തിയെ പരിശീലിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം പരിചയസമ്പന്നനായിട്ടുള്ള ജീവനക്കാരൻ ഏറ്റെടുക്കുന്ന ഒന്നിനെയാണ് നമ്മൾ സീരിയൽ ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സീരിയൽ ഓറിയന്റേഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, പുതിയതായിട്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ പുതിയതായിട്ട് വന്ന എംപ്ലോയീസിനെ കൂടുതൽ പ്രാക്ടീസുകൾ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീനെ അല്ലെങ്കിൽ എംപ്ലോയി അത് ആ കാര്യം ഏറ്റെടുക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് സീരിയൽ ഓറിയന്റേഷൻ. ഓക്കെ, ഇനി അദ്ദേഹം എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, റിക്രൂട്ടർ ആവാം, ട്രെയിനർ ആവാം, അല്ലെങ്കിൽ റോൾ മോഡൽ ഓഫ് ഫോർ ദ ന്യൂ റിക്രൂട്ട്സ്. ഓക്കെ, അദ്ദേഹം ഒരു റിക്രൂട്ടർ ആവാം, അല്ലെങ്കിൽ ട്രെയിനർ ആവാം അല്ലെ, അല്ലെങ്കിൽ റോൾ മോഡൽ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് പുതിയ എംപ്ലോയീസിന്. അവർക്ക് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹത്തെ ഇങ്ങനെയെല്ലാം കാണാം എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. റിക്രൂട്ടർ ആവാം, ട്രെയിനർ ആവാം, റോൾ മോഡൽ ആവാം. When such a facility is not given to newly appointee, when there is nobody to aid and to motivate them, then such a scenario is termed ഡിസ്ട്രിക്റ്റീവ് ഇൻഡക്ഷൻ. അപ്പൊ എന്താ പറയുന്നത്, ഈ പുതിയ ജീവനക്കാർക്ക് ഗൈഡൻസുകൾ അതുപോലെ തന്നെ മോട്ടിവേഷൻസുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് എന്താണ്, ഡിസ്ട്രിക്റ്റീവ് ഇൻഡക്ഷൻ പ്രോഗ്രാം എന്നാണ്. ഓക്കെ, പുതിയ ജീവനക്കാർക്ക് ഗൈഡൻസ് അതുപോലെ തന്നെ മോട്ടിവേഷൻസ് കിട്ടുന്നില്ലെങ്കിൽ എന്താ പറയുന്നത്, അതിനെ നമ്മൾ ഡിസ്ട്രിക്റ്റീവ് ഇൻഡക്ഷൻ പ്രോഗ്രാം എന്നാണ്. സീരിയൽ ഇൻഡക്ഷനിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് പേഴ്സൺ ഉണ്ടാവും. ആ എക്സ്പീരിയൻസ് പേഴ്സണെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരാണ് നമുക്ക് ഓരോ ട്രെയിനിങ്ങുകൾ, ഓരോ പ്രാക്ടീസുകൾ, ഓരോ കാര്യങ്ങൾ പരിശീലിപ്പിച്ചു തരുന്നത് അല്ലെ. ഒരു പരിചയസമ്പന്നനായിട്ടുള്ള ആള്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുണ്ടോ, അതിനെയാണ് നമ്മൾ സീരിയൽ ഓറിയന്റേഷൻ അപ്രോച്ച്. ഇനി അതുപോലെ തന്നെ ആ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമുക്ക് എന്താണ് റിക്രൂട്ടർ, എന്താ ട്രെയിനിങ്, അല്ലെങ്കിൽ എന്താ
ട്യൂട്ടർ ആവാം, അതുപോലെ തന്നെ റോൾ മോഡൽ ആയിട്ട് നമുക്ക് കരുതാവുന്നതാണ്. ഇനി എന്താ ഈ ഡിസ്ട്രിക്ട് ഇൻഡക്ഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താണ് പുതിയ ജീവനക്കാർക്ക് ഗൈഡൻസ് അതുപോലെ തന്നെ മോട്ടിവേഷൻസ് കിട്ടുന്നില്ലെങ്കിൽ, ഇങ്ങനെയുള്ള ഗൈഡൻസ് മോട്ടിവേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിസ്ട്രിക്ട് ഓറിയന്റേഷൻ പ്രോഗ്രാം എന്നാണ് പറയുന്നത്. ഓക്കെ, both type of induction have their own pros and cons. ഇനി അതിന് രണ്ട് ഇൻഡക്ഷൻ പ്രോഗ്രാമിനും എന്തുണ്ട് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്, pros and cons ഉണ്ട്. ഓക്കെ, ഇനി എന്താ serial induction have the maintaining the prevalent working conditions as well as the customs of the workplace. If this process is used too much, then the company will always run on pre-decided set norms and therefore would be no further scope of any creativity or progressive outlook, and particularly those the persons who are quite creative and liberal. Moreover, if the employees is an organization are stressed and frustrated, they would pass on some to the new recruits. ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു സീരിയൽ ഇൻഡക്ഷൻ എന്താണ്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഇൻഡക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി എന്താ പറയുന്നത്? ജോലി സ്ഥലത്ത് നിലവിലുള്ള തൊഴിൽ സാഹചര്യങ്ങളും ആചാരങ്ങളും നിലനിർത്താനായിട്ട് സീരിയൽ ഇൻഡക്ഷൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തി ഉണ്ടാവും. ആ വ്യക്തി നമുക്ക് തരുന്ന ട്രെയിനിങ്ങുകൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ന്യൂ എംപ്ലോയീസ് ഓരോ കാര്യങ്ങളും അവരുടെ വർക്കിൽ അവര് പെർഫെക്റ്റ് ആക്കുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് എന്താണ് തൊഴിൽ സാഹചര്യങ്ങൾ, അവിടെ വർക്കിംഗ് എൻവയോൺമെന്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അവിടെ പാലിച്ചു പോകുന്ന ഓരോ ആചാരങ്ങള്, അപ്പൊ അതൊക്കെ നമുക്ക് ഈ സീരിയൽ ഇൻഡക്ഷനോട് നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ ഈ ഓരോ വ്യക്തികൾക്കും എന്താണ് എംപ്ലോയീസിന് ഓർഗനൈസേഷനിലൊക്കെ എന്താ സ്ട്രെസ് ആയിരിക്കും അല്ലെ. ഇങ്ങനെ നമ്മള് ഇത് പാലിക്കണം, അല്ലെങ്കിൽ ഈ രീതിയിലൂടെ തുടർന്ന് പോകണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ് വെരി സ്ട്രെസ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അപ്പൊ അവരെന്താണ് ജോലി ഉപേക്ഷിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. പരമ്പരാഗതമായിട്ട് നമ്മൾ ഇങ്ങനെ തുടർന്ന് പോകുന്ന രീതിയിലൂടെ പോകണം എന്ന് പറയുകയാണെങ്കിൽ ചില വ്യക്തികൾക്ക് ചിലപ്പോ അതൊക്കെ അതിനോട് അഡ്ജസ്റ്റ് ആവാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവർക്ക് എന്താണ് നല്ല രീതിയിൽ ഒത്തുപോകാനായിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വർക്കിംഗ് എൻവയോൺമെന്റ് അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ടോ അവരുമായിട്ട് ഒത്തുപോകാനായിട്ട് ചിലപ്പോ പറ്റുകയില്ല അല്ലെ. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ചില ആളുകളെ കണ്ടിട്ടുണ്ട് അല്ലെ, ഇങ്ങനെയുള്ള രീതിയിൽ പോകണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോളിസിയിലൂടെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ചില കമ്പനീസിലൊക്കെ അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ്, നമുക്ക് ഭയങ്കര സ്ട്രെസ് ആണ് അല്ലെ. നമുക്ക് എന്താണ് എംപ്ലോയീസിന് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് സ്ട്രെസ് ഉണ്ടാവും, വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവിടെ നിന്ന് എന്താണ് അവര് ജോലി ഉപേക്ഷിച്ച് പോകാനായിട്ട് തയ്യാറാകുന്നു. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വളരെ സ്ട്രെസ്സും അതുപോലെ തന്നെ എന്താ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ അവിടെ എന്താണ് ലിമിറ്റഡ് ആയിട്ടുള്ള ഇന്നോവേഷൻസ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഡിസ്കറേജ് ക്രിയേറ്റിവിറ്റി തിങ്കിങ്, ഹിൻഡർ പ്രോഗ്രസീവ് ഐഡിയാസ് അല്ലെ, തടസ്സങ്ങൾ ഉണ്ടാവും. നല്ല രീതിയിലുള്ള അവന്റേതായിട്ടുള്ള ഐഡിയകൾ വെച്ച് അവന് വർക്ക് ചെയ്യാനായിട്ടോ അതിനൊക്കെ ഒരു തടസ്സം ഉണ്ടാവും. അതുപോലെ തന്നെ ക്രിയേറ്റീവ് തിങ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വളരെ ഒരു തടസ്സങ്ങള് അല്ലെങ്കിൽ ഡിസ്കറേജ്മെന്റ് ഒക്കെ ഉണ്ടാവും അല്ലെ. നമ്മളെ നല്ല രീതിയിൽ മോട്ടിവേഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ രീതിയിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് അതിൽ പറയുന്നത്. ഓക്കെ, for us the destructive induction is just opposite, because the promoters the creative and inventive effort of employees, because there is no pressure on new recruits to carry on the traditions and customs of the organization, but such a gain are need to be analyzed against the competence of a
creative person as well as those who fails individually due to lack of active support by an experienced mentor. The lecturer wants the generally lack of understanding of how to do their assigned work and how it will benefit the organization. ഇനി എന്താണ് ഡിസ്ട്രിക്റ്റീവ് ഇൻഡക്ഷൻ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ് സീരിയൽ ഇൻഡക്ഷന്റെ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു. അവിടെ എന്താണ് ഈ അങ്ങനെയുള്ള എന്താ ക്രിയേറ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇന്ന രീതിയിലൂടെ പോകണം, അല്ലെങ്കിൽ കമ്പനി ഫോളോ ചെയ്യുന്ന പോളിസി പ്രൊസീജിയറിലൂടെ പോകണം എന്നുള്ള രീതിയിൽ ഈ ന്യൂ എംപ്ലോയീസിനെ അവരെന്ത് ചെയ്യില്ല, കമ്പൽ ചെയ്യില്ല എന്നാണ് പറയുന്നത്. അവർക്ക് അതിനുള്ള പ്രഷറും കൊടുക്കുന്നില്ല. അവർക്ക് ഇഷ്ടമനുസരിച്ച് നല്ല രീതിയിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസുകള് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഇന്ന രീതിയിലൂടെ പോകണം, ഇന്ന പോളിസിയിലൂടെ പോകാനേ പറ്റുള്ളൂ ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ നടക്കുന്നില്ല, ഡിസ്ട്രിക്റ്റീവ് ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവരുടേതായിട്ടുള്ള രീതിയിൽ എംപ്ലോയീസിന് എന്താണ് ഒരു ഫ്രീഡം അവർ നൽകുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ജോബിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെന്റർ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഗൈഡൻസുകളൊക്കെ ഇടയില്ലെങ്കിൽ അവരുടെ വർക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് കസ്റ്റമേഴ്സ് ഫോളോ ചെയ്യാനായിട്ട് എംപ്ലോയീസിനെ കമ്പൽ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു ഗൈഡൻസ്, ഒരു മെന്റർ ആയിട്ട്, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെന്റർ ഇവിടെ സപ്പോർട്ടീവ് ആയിട്ട് എംപ്ലോയീസിനെ നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെന്റർ ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ അവിടെ ലോയിലേക്ക് പോകുന്നുണ്ട് അല്ലെ, നല്ല രീതിയിൽ നടക്കില്ല. ഓരോ കാര്യങ്ങളും ഗൈഡൻസ് കൊടുക്കുന്നതിന്, മോട്ടിവേഷൻ കൊടുക്കുന്നതിന് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെന്റർ ആവശ്യമായിട്ട് വരുന്നുണ്ടെന്നാണ് അതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അതുപോലെ തന്നെ ആ കമ്പനിയുടെ ഫോളോയിങ് എന്തൊക്കെ ഫോളോ ചെയ്യണമെന്നുള്ളത് അല്ലെ, പോളിസീസ് ആയാലും പ്രൊസീജിയേഴ്സ് ആയാലും കസ്റ്റംസ് ആയാലും ഇന്ന രീതിയിലൂടെ ഫോളോ ചെയ്യണം എന്നുള്ളത് എംപ്ലോയീസിനെ കമ്പൽ ചെയ്യുന്നില്ല എന്നാണ് ഡിസ്ട്രിക്റ്റീവ് ഇൻഡക്ഷനിൽ പറയുന്നത്. ഓക്കെ, ഇത് വായിച്ചു നോക്കാം കേട്ടോ. സീരിയൽ ഓർ ഡിസ്ട്രിക്റ്റീവ് ഓറിയന്റേഷൻ, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ.
Okay, next slide. Investiture and divestiture orientation. Okay. Our fifth point just continuation. The choice of ultimate important pertains whether to retain and appreciate the identity of a newly appointed person, or to dissemble to reshape it as per the organization need. Okay. അപ്പോ ഇൻവെസ്റ്റിറ്റ്യൂർ എന്താണ്, ഡൈവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് പറയാം. എന്താണ്, ഒരു പുതിയ ജീവനക്കാരന്റെ വ്യക്തിത്വം സംരക്ഷിക്കാനോ അതോ സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ അവരെ വാർത്തെടുക്കാനോ ഉള്ളതാണോ ഒരു പ്രധാന തീരുമാനം. ഇനി ഒരു പുതിയ എംപ്ലോയീസിനെ നമ്മൾ ഒരു വാല്യൂ ചെയ്യുകയും അവരെ സ്ഥാപനത്തിന്റെ ശൈലിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏതിൽ പറയുന്നത്, ഡൈവെസ്റ്റിറ്റ്യൂർ ആൻഡ് ഇൻവെസ്റ്റിറ്റ്യൂറിന്റെ ഓറിയന്റേഷനിൽ പറയുന്നത്. ഇനി എന്താണ് ഇൻവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ എന്നുള്ളത് നോക്കാം. To certifies the important work-related features of new recruits. Generally, all the high-profile appointments are based on this idea because a person who is considered for the post of an executive is always judged on the basis of the professional skills and characteristics that he possesses during the job. Such an individual is given fully liberty, which ranges from deciding his office interiors and choosing subordinates to taking various managerial decisions. എന്താണ് ഇൻവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്? ഹൈ ലെവൽ പൊസിഷനിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രൊഫഷണൽ സ്കിൽസും അതുപോലെ ക്വാളിറ്റീസും ഉള്ള ആളുകളെ വേണം സെലക്ട് ചെയ്യാനായിട്ട്. നമുക്കറിയാം, ഒരു കമ്പനിയിൽ ഒരു ഹൈ ലെവൽ പൊസിഷനിലേക്ക് വേക്കൻസി വന്നു, അപ്പൊ അവിടേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്താണ്, നല്ല രീതിയിൽ പ്രൊഫഷണൽ സ്കില്ലുകൾ ഉള്ളതും അതുപോലെ തന്നെ ക്വാളിറ്റിയും ഉള്ള ആളുകളെ വേണം നമുക്ക് തിരഞ്ഞെടുക്കാൻ, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള ഫ്രീഡങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഡിസിഷൻസ് എടുക്കാനായിട്ട്, ഡിസിഷൻസ് മേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ടീമിനെ, ഒരു പ്രൊജക്ട് വർക്കൊക്കെ ആണെങ്കിൽ അവരുടെ ടീമിനെ സെലക്ട് ചെയ്യാനായിട്ടുള്ള, ചൂസ് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ ഈവൻ ദ ഹൈ ഡിസൈൻ ദ ഓഫീസ്, അവരുടെ ഓഫീസ് എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ടും അവർക്ക് ഫ്രീഡങ്ങളുണ്ട്. അവരുടെ ടീമിനെ തിരഞ്ഞെടുക്കാനായിട്ട്, അവരുടെ ഓഫീസ് എങ്ങനെ ഡിസൈൻ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ എന്താണ് മേക്കിംഗ് ഡിസിഷൻസ് എടുക്കാനായിട്ടും അവർക്ക് എന്തുണ്ടെന്നാണ് പറയുന്നത്, ഫ്രീഡം നൽകിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇൻവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ പൊസിഷനിലേക്ക് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാവണം, പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കില്ല് അതുപോലെ തന്നെ ക്വാളിറ്റീസും ഉള്ള ആളുകളെ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അവർക്ക് എന്തിനുള്ള ഫ്രീഡം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഓഫീസ് എങ്ങനെ ഡിസൈൻ ചെയ്യാനായിട്ട് ഉള്ള അവകാശവും, അതുപോലെ തന്നെ എന്താണ് ഡിസിഷൻസ്, ഓരോ കാര്യങ്ങളും ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, ടീമിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട്, അല്ലെ, ചൂസ് ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്, ഇൻവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷനിലൂടെ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്.
ഇനി എന്താണ് however diverse viewer orientation is just the opposite of diverse viewer orientation. Diverse viewer ന്റെ just opposite ആണ് diverse viewer എന്ന് പറയുന്നത് കേട്ടോ. Diverse viewer orientation. This method attempts to modify the characteristics of new recruiters as they were selected because of their potential for effective performance. This method is applied to make him more acceptable to the other employees and more appropriate for organizations. ഇവിടെ പറയുന്നത് എന്താണ്? ഒരു പുതിയൊരു ജീവനക്കാരന്റെ വ്യക്തിത്വത്തെ വിലമതിക്കുന്നതിന് പകരം സ്ഥാപനത്തിന്റെ സംസ്കാരത്തിനും മാനദണ്ഡങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ ആളുകളെ വാർത്തെടുക്കാനായിട്ടാണ് ഡൈവേഴ്സ് viewer orientation പറയുന്നത്. Okay, this update of the candidate personality means sometimes required him to sever from their all personality traits and adapt himself to different ways to looking at this job, colleagues and the aim of organization. Such new appointee may even be made to endure false humiliation and harassments from senior officials to test their adaptability in different situations. These strategies they are also used for the organization's strategy to break and order mindset of conservative attitude of the newly appointed candidate so that new set of the values and norms could be installed easily. അപ്പോൾ എന്താ പറയുന്നത്? ഇവിടെ ഈ ഡൈവേഴ്സ് viewer orientation നമ്മൾ പറഞ്ഞു, ഒരു പുതിയൊരു ജീവനക്കാരന്റെ വ്യക്തിത്വത്തെ നമ്മൾ വിലമതിക്കുന്നതിന് പകരം അല്ലെ അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിന് പകരം സ്ഥാപനത്തിന്റെ ഓർഗനൈസേഷന്റെ സംസ്കാരത്തിനും മാനദണ്ഡങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ആളുകളെ വാർത്തെടുക്കുന്നതാണ് ഡൈവേഴ്സ് viewer orientation എന്ന് പറയുന്നത്. സ്ഥാപനങ്ങൾക്ക് ഇന്ന പോളിസീസ് ഉണ്ട്, ഇന്ന പ്രൊസീജിയർ ഉണ്ട്, ഇപ്പോ എന്താ വർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന ഗൈഡ് ലൈൻസിലൂടെ പോകണം. അപ്പൊ ആ രീതിക്ക് ആളുകളുടെ സന്തോഷം അല്ലെങ്കിൽ ആളുകളുടെ ഒരു രീതിക്ക് പോവാതെ, കാൻഡിഡേറ്റ്സിന്റെ ഒരു രീതിക്ക് പോവാതെ ഓർഗനൈസേഷന്റെ രീതിയിലേക്ക് അവരെ മാറ്റിക്കൊണ്ട് അവരെ കമ്പല് ചെയ്യിപ്പിച്ചുകൊണ്ട് അതിലേക്ക് അവരെ വാർത്തെടുക്കാനായിട്ടാണ് എന്ത് വരുന്നത്? ഡൈവേഴ്സ് viewer orientation എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പുതിയൊരു ജീവനക്കാരുടെ മനോഭാവം പുനർനിർമ്മിക്കുന്നതിനും കമ്പനിയുടെ സംസ്കാരവുമായിട്ട് അവരെ പൊരുത്തപ്പെടുത്തുന്നതിനുമുള്ള സ്ഥാപനം കഠിനമായ രീതിയിൽ ഉപയോഗിച്ചേക്കാം. അപ്പൊ എന്താണ്? അവരുടെ ആ മനോഭാവം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കമ്പനിയുടെ രീതിക്ക്, ഇപ്പൊ കമ്പനിക്ക് ഇത്ര ടാർഗറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ആ രീതിയിലേക്ക് അവരെ വാർത്തെടുക്കുക. ഓരോ ദിവസം ഓരോ ടാർഗറ്റ് നമ്മൾ പാലിക്കണം, അല്ലെങ്കിൽ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് സ്ഥാപനം അവരെ മാറ്റിയെടുക്കുകയാണ് ഇന്ത്യയുടെ ഡൈവേഴ്സ് viewer orientation. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ടൈപ്സിൽ വരുന്നത് കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ടൈപ്സ് ഓഫ് ഓറിയന്റേഷനില് ഫോർമൽ, ഇൻഫോർമൽ ഓറിയന്റേഷൻ, ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ, സീരിയൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് ഓറിയന്റേഷൻ, investigative and diverse viewer orientation. വായിച്ചു നോക്കാം കേട്ടോ.
Next ആണ് process of orientation. Process of induction involves 3 stages in are shown below. First one in the process of general orientation, departmental orientation, specific job orientation. General orientation, departmental orientation, specific job orientation. In general orientation, in this stage, the main aim is to make the employees comfortable and motivated in the serious during the orientation process, so that he can easily become accustomed to the organization. Up in the stage, general orientation process. And the main aim in the employees comfortable motivation, comfortable feel provided. Employees are also made aware of the study business objectives and the process of the organization. Employees in the organization comfortable motivation employees organization history, process he is also taking for a visitor to all organizations for understanding and the business process. Initially, the classroom knowledge is given for a month, and after that, he should be placed in their respective department of training to know the process and understand the importance of each activity for the end of result. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ പറഞ്ഞു അതിന്റെ പ്രോസസ്, അതിന്റെ ഹിസ്റ്ററി, അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം, ഇതേ കുറിച്ചിട്ട് ഈ കാൻഡിഡേറ്റ്സിനെ ബോധ്യവാൻ നന്നാക്കി കൊടുക്കുന്നുണ്ട്. ബിസിനസ് പ്രോസസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപനത്തെ ഓവറോൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സന്ദർശിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഓരോ കാര്യങ്ങളും അല്ലെ നമ്മളിപ്പോ മനസ്സിലാക്കാനായിട്ട്. ഇപ്പോ എന്താ നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഏരിയ എവിടെയാണ്, അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും പ്രോസസ് നമ്മളിപ്പോ സോപ്പ് നിർമ്മാണ കമ്പനി ആണെങ്കിൽ അതെങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസും ആളുകളെ അവിടെ കൊണ്ടുപോയിട്ട് അവരെ അതായത് ഫെമിലിയർ ആക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെ. അതുപോലെ തന്നെ തുടക്കത്തിൽ ഒരു മാസം ക്ലാസ് റൂം നോളജ് നൽകുന്നുണ്ട്. പിന്നീട് പ്രോസസ് അറിയുന്നതിന് ഈ ഓരോ പ്രവർത്തനങ്ങളുടെ ഫൈനൽ റിസൾട്ടിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ ആ വകുപ്പിലേക്ക് ട്രെയിനിങ്ങിനായിട്ട് നിയമിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത് ജനറൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് departmental orientation. Now the individual is introduced to department where he has to work. There is a need for the new incumbent to be aware of the role, responsibility, and operating practice of the department. The new employees should be made familiar with each and every activity of the department for a few months. During this process, we need to build up the relationship with the seniors, the colleagues, and the support aides. After which he will be allotted the particular job. അപ്പൊ എന്താണ് ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ
കാൻഡിഡേറ്റ്സിനെ അവരുടെ ജോലി ചെയ്യുന്ന വകുപ്പിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എന്താണ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഏത് വകുപ്പിലേക്കാണോ നമ്മൾ ജോലി ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പുതിയ ഉദ്യോഗസ്ഥര് ഡിപ്പാർട്ട്മെന്റ്, വകുപ്പ്, റെസ്പോൺസിബിലിറ്റീസ്, പ്രോസസ്, പ്രവർത്തന രീതികള് എന്നിവയെ കുറിച്ചൊക്കെ അവരെ ബോധ്യവാന്മാരാക്കേണ്ടത് അത്യാവശ്യമാണ്. പുതിയ ജീവനക്കാരന് വകുപ്പിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും കുറിച്ച് മാസത്തേക്ക് കുറച്ചു മാസത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് പരിചയം നൽകേണ്ടത് അത്യാവശ്യമാണ്. ഈ പ്രക്രിയകള് മുതിർന്ന ഉദ്യോഗസ്ഥര്, സഹപ്രവർത്തകര്, അതുപോലെ തന്നെ കീഴുദ്യോഗസ്ഥര് എന്നിവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട് അല്ലെ. നമുക്ക് ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എവിടെയാണ് ജോലി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി നമുക്കൊരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതിനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകള്, മേലുദ്യോഗസ്ഥരാരാണ്, കീഴുദ്യോഗസ്ഥരാരാണ്, അവരുമായിട്ട് നമുക്കൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം കാൻഡിഡേറ്റിന് ജോലി അനുവദിക്കുന്നു. ഇത്രയും ട്രെയിനിങ്ങുകൾ അനുവദിച്ചുകൊണ്ടാണ് അതിനുശേഷമാണ് ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് അനുവദിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ. The individual is provided a specific task with a job description. The employee need to have knowledge of the method used for the specific job. The responsibility involved in that specific work has to be mentioned precisely to the newcomer along with the role of expectations. The superior, if necessary, should adopt a gaining approach to direct the individual on the job he has to do. എന്താണ് സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാല്, ഒരു കാൻഡിഡേറ്റിന് സ്പെസിഫിക് ടാസ്ക് ചെയ്യാനായിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ നൽകുന്നുണ്ട് ഇതിലൂടെ. ഓക്കെ, ഈ ട്രെയിനിങ്ങിലൂടെ എങ്ങനെയാണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ നൽകുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്, സ്പെസിഫിക് ജോബില് അവര് യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുന്നത്. ഇനി ജോബുമായിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റി അവന് അറിഞ്ഞിരിക്കണം. അത്യാവശ്യമെങ്കിലും മേലുദ്യോഗസ്ഥര് കാൻഡിഡേറ്റിന് ചെയ്യേണ്ട ജോലി ഗൈഡൻസും കൊടുക്കാം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് സ്പെസിഫിക് ആയിട്ടുള്ള ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, സ്പെസിഫിക് ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട ജോബ് ഓറിയന്റേഷൻ നൽകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്, ജോബില് അത് ഈസി ആയിട്ടൊരു മെത്തേഡുകൾ അറിയാൻ വേണ്ടിയിട്ട്, ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മെത്തേഡുകൾ എങ്ങനെ യൂസ് ചെയ്യാം, ഏതൊക്കെ മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി. അതുപോലെ തന്നെ ജോബുമായിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റി അവൻ അറിഞ്ഞിരിക്കണം. ഇനി എന്തെങ്കിലും മേലുദ്യോഗസ്ഥർ എന്തെങ്കിലും കാൻഡിഡേറ്റിന് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗൈഡൻസോ മോട്ടിവേഷൻസോ എൻകറേജ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതും കൊടുക്കാനായിട്ട് അവർക്ക് എന്താണ് ബാധ്യസ്ഥരാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും മേലുദ്യോഗസ്ഥർക്ക് ചെയ്തു കൊടുക്കാം. അപ്പൊ ഇത്തരം കാര്യമാണ് സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. വായിച്ചു നോക്കിയേ, നമ്മൾ പറഞ്ഞു ജനറൽ ഓറിയന്റേഷൻ പറഞ്ഞു, ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ പറഞ്ഞു, സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ.
അയച്ചു കഴിഞ്ഞാൽ തമ്പിടാട്ടോ. Next ആണ് contents of a orientation program. Employee orientation program should provide information concerning the following. എന്തൊക്കെയാണ് ജോബ് ഓറിയന്റേഷന്റെ കണ്ടന്റ്സ് എന്നുള്ളതെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ഓർഗനൈസേഷൻ ഇഷ്യൂസ്. എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് ദ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദി കമ്പനി, നെയിം ആൻഡ് ഡെസ്റ്റിനേഷൻ ഓഫ് ദി കീ എക്സിക്യൂട്ടീവ്സ്, employees title and department, layout of physical facilities, probationary period of a product or services offered, overview of the production process, company policies and rules, disciplinary procedures, safety procedures, and employee handbook. ഇത്തരം കാര്യങ്ങളാണ് ഓർഗനൈസേഷൻ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിവുണ്ടാവും അല്ലെ. കണ്ടന്റ്സിലോ ഓറിയന്റേഷൻ കണ്ടന്റ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് എന്താ കമ്പനിയുടെ ഹിസ്റ്ററി, അതുപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് അല്ലെ, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്സിന്റെ നെയിംസ്, നമ്മുടെ പ്രൊബേഷൻ പീരീഡ്, കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ്, സേഫ്റ്റി പ്രൊസീജിയേഴ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാവും, ഓർഗനൈസേഷന്റെ കണ്ടന്റിൽ ഉൾപ്പെടുന്നതാണ്. ഇനി എംപ്ലോയീസ് ബെനിഫിറ്റ് അല്ലെ, എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഉണ്ടാവും. ഇറ്റ് ഇൻവോൾവ്സ് ദ പേ സ്കെയിൽ ആൻഡ് പെയ്ഡ് ഡേയ്സ്, occasions and holidays, rest breaks, training, benefit, counseling, insurance and medical, recreation and retirement benefits. ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സുകൾ നമുക്കറിയാം. സാലറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ തന്നെ എന്താണ് അവധിക്കാലം, അതുപോലെ തന്നെ അവധി ദിനങ്ങൾ ഉണ്ടാവും, ട്രെയിനിങ് ബെനിഫിറ്റുകൾ, കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ടത്, ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ വിനോദങ്ങൾ, റിക്രിയേഷൻസ്, വിനോദങ്ങൾ, എന്റർടൈൻമെന്റ്സ്, അങ്ങനെയുള്ള ബെനിഫിറ്റ്സുകൾ, അതിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കണ്ടന്റിൽ ഉൾപ്പെടുന്നതാണ്. Next, okay, introduction to existing employee members to the organization. Organizations make the special effort to introduce the new employees to all existing employees. It is the foremost responsibility of the supervisor to make the new employees familiar with the existing employees. The supervisor is the person who sets the terms for the employees to interpersonal relationship with the other staff members. When any new employees come to the organization, he will probably be happy about getting a job, but at the same time, he will perhaps have certain anxieties, fears, and misgivings. Therefore, it is the duty to existing staff to support him. Existing staff can support new members throughout the induction process. Introduction to existing members of the organization. ഒരു പുതിയ ജീവനക്കാരെ നിലനിർത്താനായിട്ട് നമ്മൾ എന്താണ്, നിലവിലുള്ള ജീവനക്കാർക്ക് അവരുമായിട്ടൊരു പരിചയം അല്ലെ, ഓർഗനൈസേഷനിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. ഒരു പുതിയൊരു ജീവനക്കാരെ നമ്മൾ നിലവിലുള്ള ജീവനക്കാരുമായിട്ട് ഒരു പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഒരു പുതിയ ജീവനക്കാരെ നമ്മൾ നിലവിലുള്ള ജീവനക്കാരുമായിട്ട് പരിചയപ്പെടുത്തുമ്പോൾ അതൊരു സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണെന്ന് പറയുന്നത്. മറ്റ് സ്റ്റാഫുകളുമായിട്ടുള്ള ജീവനക്കാരുടെ ഭാവിയിലെ വ്യക്തിബന്ധങ്ങൾക്ക് രൂപം നൽകേണ്ടത് ആരാണ്? സൂപ്പർവൈസർ ആണ്. സൂപ്പർവൈസർ എന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സൂപ്പർവൈസർ ശ്രദ്ധിക്കണം എന്താണ്, നമ്മുടെ ന്യൂ എംപ്ലോയീസിലൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആരാണ്, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന അയാളെ കൂടി വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ആരാണ്, അവരെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്.
ഏതെങ്കിലും ഒരു പുതിയ ജീവനക്കാരനെ സ്ഥാപനത്തിലേക്ക് വരുമ്പോ അത് അയാൾക്ക് ഒരു ജോലിയെ കുറിച്ച് ഒരു സന്തോഷം ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും എന്ന് പറഞ്ഞല്ലേ, സന്തോഷം ഉണ്ടാവും, അതുപോലെ തന്നെ പേടിയും ഉണ്ടാവും അല്ലെ. അതുകൊണ്ട് തന്നെ അയാളെ നമ്മൾ പിന്തുണയ്ക്കുക, അയാളെ സപ്പോർട്ട് ചെയ്യാം ഓരോ കാര്യങ്ങൾക്കും. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ വർക്കിൽ എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ അവരുടെ എന്താണ് ഒരു വർക്കിംഗ് എൻവയോൺമെന്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒത്തുപോകാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടും അവർക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാനായിട്ട് ഒരു എന്താ ഒരു കോൺഫിഡൻസ് അവരിൽ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് ആണ് പറയുന്നത് ജോബ് ഡ്യൂട്ടീസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻഫോർമേഷൻ അബൌട്ട് ദി ജോബ് ലൊക്കേഷൻ, job task, job safety needs, overview of job objectives and relationship with the other job, basic rules related people, process and task issues should be communicated by the supervisor to the new employees so that they can deal with them properly. അപ്പൊ എന്താണ് ഡ്യൂട്ടീസ് അറിയണം അല്ലെ. നമുക്കറിയാം ഒരു സ്റ്റാർട്ടിങ് നമ്മളൊരു ന്യൂ ജോബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൂപ്പർവൈസർ ഷുഡ് ഇൻഫോം ദ എംപ്ലോയീസ്. എന്തൊക്കെയാണ് പുതിയൊരു ജോലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൂപ്പർവൈസറെ നമുക്ക് ഇൻഫോം ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് എല്ലാ ജോബിന്റെ ഡീറ്റെയിൽസ്, ലൊക്കേഷൻ എവിടെയാണ്, നമ്മൾ ചെയ്യുന്ന ടാസ്ക്, റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ജോബിന്റെ ഒബ്ജക്റ്റീവ്സ് ഇൻഫോം ചെയ്യണം. അതുപോലെ റിലേഷൻഷിപ്പ് വിത്ത് അതർ ജോബുകൾ, അതർ ജോബുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, റിലേഷൻഷിപ്പുകൾ. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ റൂൾസ്, റെഗുലേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളും എക്സ്പെക്ടേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ടാർഗറ്റ് ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എംപ്ലോയീസുമായിട്ടും, അതുപോലെ തന്നെ കമ്പനിയുടെ പോളിസീസ്, പ്രൊസീജിയേഴ്സ്, എങ്ങനെയുള്ള ഗൈഡ് ലൈൻസിലൂടെ പോകണം എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ സൂപ്പർവൈസറെ ഇൻഫോം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇൻഫോം ചെയ്തിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മൾ പൂർത്തിയാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു എംപ്ലോയി നമ്മുടെ കമ്പനിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർവൈസറുടെ കടമകളാണ് ഇതൊക്കെ ഇൻഫോം ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ജോബിന്റെ ലൊക്കേഷൻ, ജോബ് ടാസ്കുകൾ, സേഫ്റ്റി നീഡ്സുകൾ, അതുപോലെ ഒബ്ജക്റ്റീവ് ഉണ്ട്, റിലേഷൻഷിപ്പ് വിത്ത് അതർ ജോബ്സ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഡ്യൂട്ടീസ്, പോളിസീസ്, ഇതൊക്കെ ഇൻഫോം ചെയ്യേണ്ടത് അത്യാവശ്യം. ഇത്തരം കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, കണ്ടന്റ് ഓഫ് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ വരുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷൻ ഇഷ്യൂസ്, എംപ്ലോയി ബെനിഫിറ്റ്, ഇൻട്രൊഡക്ഷൻ ടു എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ, ജോബ് ഡ്യൂട്ടീസ്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ, താങ്ക് യു.